എങ്കിലേ നിങ്ങൾക്ക് ശരിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വാസ്തവത്തിൽ ഈ പേരുകളൊന്നും തീയോ വായുവോ ഒന്നും അല്ല, ഇത് ഋഷിമാരുടെ പേരാണ്. അവരുടെ പേര് തന്നെ അഗ്നി ഋഷി, വായു ഋഷി, ആദിത്യ ഋഷി, അങ്കിര ഋഷി. അല്ല, അല്ലല്ല, അത് ഈ വേദത്തിലെ മന്ത്രങ്ങളിൽ ഋഷി, ഛന്ദസ്, ദേവത, സ്വരം, ഇങ്ങനെ 4 ഘടകങ്ങൾ ഉണ്ടാവും. അപ്പോ നമുക്ക് ആ മന്ത്രത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ദേവത എന്താന്ന് നോക്കണം. ദേവതയാണ് മന്ത്രത്തിന്റെ വിഷയം. അപ്പൊ ആ ദേവത, ഇപ്പൊ ഈ പറഞ്ഞ മന്ത്രം ഉണ്ടല്ലോ, അഗ്നിവീടേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം, അതിന്റെ ദേവത അഗ്നിയാണ്. അപ്പൊ ഈ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിന്നീട് നിരുക്തം നോക്കണം. നിരുക്തത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീയ്, പ്രാണ ഊർജം, സൂര്യനിൽ നിന്ന് വരുന്ന ചൂട്, ശരീരങ്ങളിലുള്ള ചൂട്, ഔഷധികളിലെ സത്ത്. ഈ ഔഷധികളിലെ സത്തിന് എങ്ങനെ ചൂട് വരുന്നതെന്ന് ചോദിച്ചാൽ, തൈര് ചൂടാ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചൂട് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. മോര് തണുപ്പ, ഉഷ്ണഗുണം ശീതഗുണം എന്ന് പറയുമല്ലോ. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങൾക്കും ഉഷ്ണഗുണമോ ശീതഗുണമോ ഉണ്ട്. അപ്പൊ വൈദ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഉഷ്ണമാണ്, അത് കഴിക്കരുത്, ഇത് ശീതമാണ്, അത് ഇന്നതുപോലെയാണ്. അതിനനുസരിച്ചാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ വേർതിരിക്കുക. തൈരിൻ്റെ അകത്ത് പഞ്ചസാര ചേർത്താൽ തണുപ്പാകും, ഈ ശീതഗുണമാണ്. തൈരിൻ്റെ അകത്ത് ഉപ്പ് ചേർത്താൽ ഉഷ്ണമാണ്. അപ്പൊ പനിയുള്ള സമയത്ത് മോരിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാൻ പറയും, ചൂടുള്ള സമയത്ത് മധുരം ചേർക്കാൻ പറയും, ശർക്കര ചേർക്കാൻ പറയും, അപ്പോൾ തണുപ്പാകും. അപ്പോൾ ഇതിനെയാണ് ഔഷധങ്ങളുടെയും വനസ്പതികളുടെയും സത്തെന്ന് പറയുക. ഇങ്ങനെയാണ് അഗ്നിയുടെ വേർതിരിവുകൾ വരുന്നത്. ഈ വേർതിരിവുകൾ മുഴുവൻ സൂചിപ്പിക്കുന്ന മന്ത്രമാണ് അഗ്നിമീഡേ പുരോഹിതം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അഗ്നിയെക്കുറിച്ച്, അഗ്നിയുടെ എത്ര വിധത്തിലുള്ള അഗ്നികളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മന്ത്രമാണ് ഈ അഗ്നി, ആദ്യത്തെ മന്ത്രം. അതിന്റെ ദേവത അഗ്നിയാണ്. ഇപ്പൊ ഒരു മന്ത്രത്തിന്റെ ദേവത നോക്കിയിട്ടാണ് വിഷയം നമ്മൾ തീരുമാനിക്കുന്നത്. ആണോ? യജുർവേദം മാത്രമല്ല, അഥർവം വരെയും അങ്ങനെ. എല്ലാ വേദമന്ത്രങ്ങൾക്കും ഋഷി, ഛന്ദസ്, ദേവത, സ്വരം, ഈ 4 ഘടകങ്ങളുണ്ട്. നമ്മൾ അതിന്റെ ജപിക്കാനാണെങ്കിൽ ഋഷിയും ഛന്ദസ്സും എടുക്കും. ഛന്ദസ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്താ ആവശ്യം നോക്കുന്നത്. അപ്പോൾ ഛന്ദസ് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ വീട്ടിൽ പ്രാണോർജം ശരീരത്തിൽ കുറവായ ഒരാളാണ്. അപ്പൊ എവിടെങ്കിലും കൂടെ നടക്കുമ്പോൾ വിപരീത പ്രാണോർജം ശരീരത്തിൽ കയറാൻ ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ അതിനെ പുറത്താക്കണം. അപ്പോ ഏത് മന്ത്രം ജപിക്കണം? അപ്പൊ വേദത്തിലെ മന്ത്രത്തിന്റെ ഛന്ദസ് നോക്കും. അനുഷ്ടുപ്പ്. അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രാണോർജത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ അനുഷ്ടുപ് ഛന്ദസ്സിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കും ആചാര്യൻ, ഇതങ്ങ് ജപിച്ചാൽ മതി എന്ന് പറയും. അതുപോലെ ഗായന്തം ത്രായതേ, നമ്മുടെ ശരീരത്തിലെ പ്രാണോർജത്തെ രക്ഷിച്ചു നിർത്തുന്നതാണ് ഗായത്രി. അപ്പൊ പ്രാണോർജത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ ആചാര്യനോട് പറഞ്ഞാൽ പറയും ഗായത്രി ഛന്ദസ്സിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചോളാൻ പറയും. അപ്പൊ ജപിക്കുക, അർത്ഥം അറിയാനല്ല, ജപിക്കുക മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഛന്ദസ് നോക്കിയാ ജപിക്കുക. ഒന്ന്. പിന്നെ അതല്ല, മന്ത്രത്തിന്റെ അർത്ഥം അറിയണം, ദേവത നോക്കണം. ഏത് ദേവതയാണ് ആ മന്ത്രത്തിന്റെ? ഇന്നത്തെ വിഷയത്തിന്റെ പേരാണ് ദേവത. വരുണനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജലത്തെക്കുറിച്ചാണ് ആ മന്ത്രം. അഗ്നിയാണെന്ന് പറഞ്ഞാൽ പ്രാണോർജത്തെക്കുറിച്ചോ തീയെക്കുറിച്ചോ ഒക്കെ ആവാം. അത് ആ ദേവത നോക്കിയാൽ മാത്രമേ നമുക്ക് മന്ത്രത്തിന്റെ അർത്ഥം, എന്തിനെക്കുറിച്ചാണ് ഈ മന്ത്രം എന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോ ധന്വന്തരിയാണ്, ചില ദേവത ധന്വന്തരിയാന്ന് പറയും. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആ മന്ത്രത്തിനകത്ത് ചികിത്സയെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാ വരിക. അപ്പോൾ മന്ത്രത്തിന്റെ ദേവത നോക്കിയാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോ ഈ 4 ഋഷിമാർക്ക്, ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാർക്ക് അദ്ദേഹം ഇത് പകർന്നു കൊടുത്തു. അങ്ങനെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നൊരു വിഭാഗീയത വന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 4 എണ്ണവും തികച്ചും വ്യത്യസ്തങ്ങളല്ല. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളാണ് സാമവേദത്തിലേത്. ഒരേ മന്ത്രങ്ങളാണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളാണ് ഭൂരിപക്ഷവും. അപ്പൊ ഈ വേദങ്ങളിലെല്ലാം മന്ത്രങ്ങൾ ഒരേ മന്ത്രങ്ങൾ വരാറുണ്ട്. ഗായത്രി തന്നെ 3 വേദങ്ങളിലും വരുന്നുണ്ട്, സൂര്യഗായത്രി. അപ്പൊ ഈ 4 വേദങ്ങളിലും ഈ മന്ത്രങ്ങൾ ഇങ്ങനെ ഇടകലർന്നു വരും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒറ്റ സാധനമാണ്. 4 ശിഷ്യന്മാർക്ക് കൊടുത്തത് കൊണ്ട് 4 പരിഗണിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വേദം 4 ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു.
അപ്പോ ഇത്രയുമാണ് വേദമാണ് സ്വതപ്രമാണം. എന്നിട്ട് ഈ 4 ഋഷിമാരിൽ നിന്ന് ഒരു പരമ്പര വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത പേജിലുണ്ടത്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി അടുത്തത് പരതപ്രമാണം. പരതപ്രമാണം എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയായ പ്രമാണങ്ങൾ. നോക്കിയാട്ടെ, അത് ആ പേപ്പർ നോക്കണം. 6 ദർശനങ്ങളുണ്ട്. 6 ദർശനങ്ങൾ. ഒന്ന് ന്യായദർശനം. ഈ ന്യായദർശനം എന്ന് പറയുന്നതാണ് യുക്തിവാദമാണ്, നിരീശ്വരവാദമല്ല, പക്ഷെ യുക്തിവാദമാണ്. യുക്തി എന്ന് പറഞ്ഞാൽ എന്താ? അറിവെന്ന് പറഞ്ഞാൽ എന്താ? അറിവിന് എത്ര ഘടകങ്ങളുണ്ട്? എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ശാസ്ത്രമാണ് ഈ തിയറി ഓഫ് നോളജ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. എപ്പിസ്റ്റമോളജി എന്നും തിയറി ഓഫ് നോളജ് എന്നും ഒക്കെ പറയുന്ന തലനാരിഴ കീറി യുക്തിയെ വിശദീകരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ന്യായദർശനം. രണ്ടാമത്തേത് വൈശേഷികം. വൈശേഷികം എന്ന് പറഞ്ഞിരിക്കുന്നത് പദാർത്ഥങ്ങൾ, പ്രപഞ്ചത്തിലെ 10-12 പദാർത്ഥങ്ങളായിട്ട് തിരിച്ചു. ഈശ്വരൻ, ആത്മാവ്, അത്, ഇത്, ധർമ്മം, അധർമ്മം, ഇങ്ങനെ പറഞ്ഞൊരു 10-16 വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളാണ് വൈശേഷികത്തിനകത്ത് പറയുന്നത്. ഈ വൈശേഷികത്തിനകത്ത് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. ഈശ്വരനുണ്ട്, ആത്മാവുണ്ട്, പുനർജന്മമുണ്ട്, മോക്ഷമുണ്ട്. ഇതിൻ്റെ എല്ലാം തെളിവ് പറഞ്ഞിരിക്കുന്നത് വൈശേഷികത്തിലാണ്. ന്യായത്തിലും വൈശേഷികത്തിലുമാണ്. അപ്പോ ഇത് നമ്മുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നില്ല, ഈ 2 ദർശനങ്ങളും. അപ്പൊ ഈ 2 ദർശനങ്ങളും പ്രചാരത്തിൽ വരാതിരുന്നതിന്റെ കാരണം, ശങ്കരാചാര്യർ വന്നപ്പോൾ അദ്ദേഹം മായാവാദം കൊണ്ടുവന്നു. പ്രപഞ്ചം മുഴുവൻ മായയാണ്, മിഥ്യയാണ്, ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായി. 6ാമത്തെ ദർശനമാണ് ബ്രഹ്മസൂത്രം. അതിനകത്താണ് അദ്ദേഹം അതിന്റെ വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് പ്രപഞ്ചം മായയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊനഷ്ടുണ്ട്. ന്യായത്തിലും വൈശേഷികത്തിലും പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം യഥാർത്ഥമാണെന്ന്, ഈശ്വരനുണ്ട്, ആത്മാവുണ്ട്, പുനർജന്മമുണ്ട്, മോക്ഷമുണ്ട് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം പറഞ്ഞിരിക്കുക. അപ്പൊ ശങ്കരൻ എന്ത് ചെയ്തു? വേദാന്തം മാത്രം പഠിച്ചാൽ മതി, ബാക്കി 5 ദർശനങ്ങൾ നിങ്ങൾ പഠിക്കണ്ട എന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ശങ്കരന്റെ കാലത്തിന് ശേഷം ബ്രഹ്മസൂത്രമല്ലാതെ ബാക്കി 5 പഠിച്ചില്ല. ബാക്കി 5 ഇപ്പോഴും പഠിക്കാറില്ല. രാമകൃഷ്ണ മിഷന്റെ മഠങ്ങളിൽ ബാക്കി 5 പഠിപ്പിക്കാറില്ല. അത് പഠിപ്പിക്കാറില്ല, അതിനെ പരിഗണിക്കാറുമില്ല. അപ്പൊ ഇതുകൊണ്ടുള്ള ദോഷം എന്താ പറ്റിയതെന്നറിയാമോ? നമ്മുടെ ആൾക്കാരോട് ഈശ്വരനുണ്ടെന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഈശ്വരനുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈശ്വരനുണ്ട്, എങ്ങനെ ഈശ്വരനുണ്ട്? അപ്പൊ ഈശ്വരനുണ്ടതിന്റെ തെളിവ് പറ, ആത്മാവുണ്ടെന്നുള്ളതിന്റെ തെളിവ് പറ. അത് നമുക്കറിയത്തില്ല. ഇത് കിടക്കുന്നത് ന്യായത്തിലും വൈശേഷികത്തിലുമാണ്. ഇത് നോക്കിയെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായ തെളിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ബോധ്യം വരും. പക്ഷെ അത് മുഴുവൻ കിടക്കുന്നത് ന്യായത്തിലും വൈശേഷികത്തിലുമാണ്. ശങ്കരൻ പറഞ്ഞത് പഠിക്കണ്ടെന്ന് പറഞ്ഞു. ആ പരമ്പരയിൽ അത് പഠിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് സ്വയം ബോധ്യം വരുന്നില്ല ഈശ്വരനുണ്ടെന്ന്, നമുക്ക് സ്വയം ബോധ്യം വരുന്നില്ല ആത്മാവുണ്ടെന്ന്. അത് മുഴുവൻ കിടക്കുന്ന ഈ 2 ദർശനങ്ങളിലാണ്. ഇതാണ് കുഴപ്പം സംഭവിച്ചത്. ശങ്കരന്റെ ദർശനം അസത്യമാണെന്നല്ല പറഞ്ഞത്. ശങ്കരന്റെ ദർശനം സത്യം തന്നെയാണ്. പക്ഷേ അതിനകത്ത് പറ്റിയ ചില അബദ്ധധാരണകളാണ് പറഞ്ഞത്. ഈ ദർശനങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കുന്നത് അങ്ങ് നിർത്തി. ഇപ്പൊ ഇത് പഠിക്കാനെങ്കിലും കിട്ടുകയില്ല. ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ പഠനമുള്ളത്. അപ്പൊ അടുത്തത് 3 സാഖ്യം. സാഖ്യം സൃഷ്ടിവിദ്യയാണ്. ആ അബദ്ധം പിണഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരൻ വളരെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് വന്നവർ വ്യാഖ്യാനിച്ചിട്ടാണ് ഇതങ്ങ് വഷളാക്കി തീർത്തത്. വ്യാഖ്യാനങ്ങളിലാണ്. കാരണം ഒരുപാട് എന്നുവെച്ചാൽ നമ്മുടെ ഒരു നടപടിക്രമത്തിലാണ് കുഴപ്പം പറ്റിയത്. നമ്മൾ മതപ്രഭാഷണങ്ങൾ കേട്ട് നോക്കണം. ഒരു 100 മതപ്രഭാഷണങ്ങൾ കേട്ടതിന് ശേഷം എന്നെ ഒന്ന് വിളിച്ചാട്ടെ. എല്ലാത്തിനകത്തും പ്രഭാഷണം നടത്തുന്നവർ പറയുന്നത് ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, നിങ്ങൾ ആത്മാവാണ്, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇത് കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരന് ഞാൻ തന്നെയാണോ ദൈവം? അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ ഉപാസന ചെയ്യുന്നത്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വികൃതമായിട്ടായിരിക്കും ഇതിന്റെ ആൻസർ വരിക.
ഇപ്പൊ ഈ ഉപനിഷത്തിന്റെ പ്രത്യേകത തന്നെ ശങ്കരൻ 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു കുഴപ്പം വരുന്നത് ഈ അത് തന്നെ ഇതിനകത്ത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതി പോയിരിക്കുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും കേനോപനിഷത്ത് ഏതെങ്കിലും ഒരു ഉപനിഷത്ത് നോക്കിയാൽ മതി, ഓരോ മന്ത്രത്തിനും 10ഉം 12ഉം പേജ് വ്യാഖ്യാനമാണ്. ഇങ്ങനെ 12 പേജ് വ്യാഖ്യാനം എഴുതേണ്ട ഒരു കാര്യമില്ല. എന്റെ വാക്കായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്നോട് മനോജ് ചോദിച്ചു, രാമകൃഷ്ണ മിഷനിലെ കേനോപനിഷത്തുണ്ട്, അത് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കൈകൊണ്ട് എഴുതി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. കാരണം അതിനകത്തെല്ലാം വ്യാഖ്യാനിച്ചു പോയിരിക്കുക. ഓരോ വാക്കായി അർത്ഥം മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് പിടികിട്ടുള്ളൂ. ഞാനത് വാക്കായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ വാക്കായി അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ സംശയം വരുന്നിടത്ത് എനിക്ക് പിന്നെ അത് വ്യാഖ്യാനിച്ചു പോയാൽ മതി. അപ്പോ ഇതാണ് സ്വതപ്രമാണം, വേദങ്ങളാണ്. പരത പ്രമാണം 6 ദർശനങ്ങളാണ്. ആ ആഹാരം കഴിച്ചതിൽ നിന്ന് വരുന്നത് വേറെ ഊർജമാണ്. ഗ്ലൂക്കോസിന് തുല്യമായ ഒരു ഊർജമുണ്ട്, അത് ആഹാരത്തിൽ നിന്ന് വരുന്നത്. ഗ്ലൂക്കോസ് ആണല്ലോ നമ്മുടെ ശരീരത്തിന് അത് കൊടുക്കുന്നത്. ഇത് അതല്ല, കറണ്ടിന്റെ ഒരു വകഭേദമാണ്. എനർജി കറണ്ടിന്റെ ഒരു വകഭേദം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തന്നെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ആത്മാവിൽ നിന്ന്, ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിൻ മുഴുവൻ കറണ്ട് അല്ലേ. അമൃതയില് പിന്നെ ഒരാളിന്റെ ബ്രെയിൻ ഒരാളിനെ കിടത്തിയതിന് ശേഷം ഏതാണ്ടൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് എന്നെ കാണിച്ചു തന്നു. എന്നുള്ള സ്ക്രീനിൽ അയാളുടെ ബ്രെയിനിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു 10,000 ലൈറ്റ് ഒരുമിച്ച് കത്തുക, ബ്രെയിനിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഈ ലൈറ്റ് കത്തുന്നത് എന്താ, ഇത് ഊർജം തന്നെയല്ലേ? അതെ, അത് ഒരുതരം കറണ്ടാണ്. ഈ കറണ്ടാണ് നമ്മുടെ ശരീരത്തിലെ സകല കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ സെല്ലിനെയും നശിപ്പിക്കുന്നതും റീക്രിയേറ്റ് ചെയ്യുന്നതും സൃഷ്ടിക്കുന്നതും എല്ലാം ഈ കറണ്ട് തന്നെയാണ്. സകല ഫങ്ഷനും ചെയ്യുന്നത് ഇതാണ്. ശരീരത്തിൽ നടക്കുന്ന സകല ഫങ്ഷനും ചെയ്യുന്നത് ഈ കറണ്ടാണ്. ആ കറണ്ടിന് പറയുന്ന പേരാണ് പ്രാണൻ. പലരും അത് വായുവാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വായു അല്ല. അതിനെ വൈറ്റൽ എനർജി, വൈറ്റൽ ഫോഴ്സ്, വൈറ്റൽ ഇലക്ട്രിസിറ്റി, ഹ്യൂമൻ ഫോഴ്സ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. ഈ സാധനമാണ്. ഇത് ആത്മാവിൽ നിന്നാണ് വരുന്നത്. ഈ 2 എണ്ണം ഉണ്ട്. ഈശ്വരനിൽ നിന്ന് വരുന്നതും ആത്മാവിൽ നിന്ന് വരുന്നതുമുണ്ട്. 2 എണ്ണവും നമ്മുടെ ശരീരത്തുണ്ട്. അതിന് ഊർജമില്ല, ആത്മാവിൽ നിന്നാണ് വരുന്നത്. ആത്മാവ് ഊർജത്തിന്റെ കേന്ദ്രമാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. ആത്മാവ് എവിടെയുണ്ടോ അവിടെ ഈ ഊർജമുണ്ട്. അതിന് സ്വഭാവത്വേന ഊർജം വരും. ഈശ്വരന്റെ ഊർജം സ്വാഭാവികമായിട്ടുമുണ്ട്, ആത്മാവിന്റെ ഊർജവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് വരിക. ഈ ഊർജത്തെയാണ് പ്രാണൻ എന്ന് വിളിക്കുക. ഇതിനകത്ത് പ്രാണൻ വരുന്നുണ്ട് ഉപനിഷത്തിനകത്ത്. എന്തോ മരിച്ചു പോയാലോ? മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് പുറത്തു പോവുക. ആത്മാവ് അങ്ങ് പുറത്തു പോകുന്നു. ഇതാണ് മരണമെന്ന് പറയുന്നത്. ഇല്ലായ്മയല്ല. അത് ബോഡി അങ്ങ് വിട്ടിട്ട് പുറത്തേക്ക് മാറി വേറൊരു ശരീരം തേടുന്നു. അപ്പോ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആത്മാവിൽ നിന്നുള്ള ഊർജം പിന്നെ ഈ ശരീരത്തിൽ ഇല്ല. ഈശ്വരനിൽ നിന്നുള്ള ഊർജം മാത്രമേ ഉണ്ടാവൂ. ഈശ്വരനിൽ നിന്നുള്ള ഊർജം എന്ന് പറയുന്നത് പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുക. അപ്പോൾ ഓരോ ശരീരങ്ങളിലും 2 ഊർജ സ്രോതസ്സുകളുണ്ട്. ഒന്ന് ആത്മാവ്, ഒന്ന് ഈശ്വരൻ. പ്രധാനപ്പെട്ട ഊർജ സ്രോതസ് ആത്മാവാണ്. ആത്മാവാണ് ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. അതിൻ്റെ ഊർജമാണ്. കണ്ണും മൂക്കും വായും നമ്മുടെ ശരീരം മൊത്തം പ്രവർത്തിക്കുന്നത് ആത്മാവിൽ നിന്നുള്ള ഊർജമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന്റെ, പ്രകൃതിയിൽ മൊത്തത്തിലുള്ള ഊർജം ഉണ്ടല്ലോ, അതാ പിന്നെ കിടക്കുക. ആ ഊർജത്തിനാണ്, ആ പ്രാണോർജത്തിന് പറയുന്ന പേരാണ് ധനഞ്ജയൻ. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന സാധനത്തിന്റെ പണി ശരീരത്തെ ജീർണിപ്പിക്കുക. ഇതാണ് പണി. അതങ്ങ് ജീർണിപ്പിക്കും. അത് ഈ ഊർജത്തിന്റെ പണിയാണ്. ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് ശരീരത്തെ ജീർണിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തെ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള സകല ശരീരങ്ങളെയും. നമ്മുടെ തത്വസിദ്ധാന്തങ്ങൾ പറയുമ്പോൾ മനുഷ്യനെ മാത്രം ബേസ് ചെയ്യരുത്, മൊത്തം പ്രപഞ്ചം,
എന്താ വിനോദ്? ഒരാളുടെ പേരുണ്ട്. അല്ലല്ല, ഈ പ്രാണന്റെ പേരാണ് ധനഞ്ജയൻ. അർജുനന്റെ പേരും ധനഞ്ജയൻ എന്നാ. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അത്. അപ്പോ അത് പിന്നെ നേരത്തെ ഉള്ള ഒരു പേരെടുത്ത് അർജുനൻ ഇട്ടു, അത്രേ ഉള്ളൂ. ഈ പേര് നേരത്തെ ഉള്ളതാ. സംഗതി ദർപ്പണം, പ്രശ്നോപനിഷത്ത്, ഇതിനകത്തെല്ലാം ഈ ധനഞ്ജയനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും അർജുനന്റെ കാലത്തിന് മുമ്പുള്ളതാണ്, മഹാഭാരതത്തിന് മുമ്പുള്ളതാണ് ഈ ഉപനിഷത്തുകൾ പലതും. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പേരെടുത്ത് അർജുനൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, ധനഞ്ജയ. അതുകൊണ്ടാണ് അർജുനൻ ധനഞ്ജയനായത്. എന്റെ പേര് ഗോപാലകൃഷ്ണ. ഈ ഗോപാലകൃഷ്ണൻ വേദത്തിലുള്ള പേരാണ്. അപ്പൊ ഞാൻ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ചാണ് എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ഉള്ള പേരെടുത്ത് നമ്മൾ പിന്നീട് എല്ലാവർക്കും ഇടുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വലിയൊരു കൊനഷ്ടം ഉണ്ടാക്കുന്നത്, പുരാണങ്ങളിൽ പലയിടത്തും ഒരേ പേര് വരുന്നുണ്ട്. ഇത് വായിച്ച ആൾക്കാർ പറയും ആ ആളും ഈ ആളും ഒന്നാ. പുരാണങ്ങളിൽ മിനിമം ഒരു 18 പുരാണങ്ങളിലും നാരദനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന നാരദന്മാർ ഒരേ പേരുള്ള ഒരുപാട് നാരദന്മാരുണ്ട്, ഒരേ ആളല്ല. ഇത് എത്രയോ വർഷങ്ങൾ, 1000 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു പുസ്തകത്തിനെ നോക്കുമ്പോഴും കാണും നാരദൻ ഇന്നതുപോലെ പറഞ്ഞു. നാരദൻ ഇങ്ങനെ നാരദൻ വരുന്നത്? നാരദനൊരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ഒരു ഋഷിയാണ്. അത് എല്ലാ കാലഘട്ടത്തിലേക്കും വരികയില്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് നാരദന്റെ പേര് മറ്റു പലർക്കും ഇട്ടിട്ടുണ്ടാകും. അപ്പൊ ഈ പേരുകാര്, ഒരേ പേരുകാര് വരുന്നത് കൊണ്ട് നമ്മൾ ഇതെല്ലാം ഒന്നാണെന്ന് വിചാരിച്ചു പോകുന്നു. അങ്ങനെ ചെയ്യരുത്, അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല.